Today's video is going to be in Malayalam, so all my non-Malayali friends, please keep the captions on. Hi, hello, namaskaram. അപ്പോൾ ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനൽ എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് നോക്കി നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്കും ഷെയറും ചെയ്യൂ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് അയക്കാവുന്നതും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാവുന്നതുമായ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് കോൺ ആൻഡ് മേത്തി പുലാവ്. അപ്പോൾ ഉലുവയിലയും സ്വീറ്റ് കോണും ഉപയോഗിച്ചാണ് ഈ ഡിഷ് ചെയ്യുന്നത്. ഇത് നമ്മുടെ റെഗുലർ ഫ്രൈഡ് റൈസിൽ നിന്നും ഗീ റൈസിൽ നിന്നും അല്ലെങ്കിൽ പുളിയോദര, ലെമൺ റൈസ് ഇതൊക്കെയാണല്ലോ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഓപ്ഷൻസ്. അതിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിരിക്കും. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും ഞാനൊന്ന് പറയാം. ഇവിടെ ബസ്മതി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് ഉപയോഗിക്കുകയായിരിക്കും ഈ ഡിഷിന് നല്ലത്. അല്ല നിങ്ങളുടെ കയ്യിൽ ജീരകശാല അരിയേ ഉള്ളൂ എന്ന് വെച്ചാൽ അതായാലും മതി. പിന്നെ ഉലുവയില നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സ്വീറ്റ് കോൺ, കുറച്ച് ബട്ടർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 4 കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് സവാള അരിഞ്ഞതും. ഇത്രയും സാധനങ്ങൾ മതി ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അടുപ്പത്ത് ഞാനൊരു പ്രഷർ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. എണ്ണ ഒഴിക്കുന്നത് ബട്ടർ പെട്ടെന്ന് ബ്രൗൺ ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് ബ്രൗൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ഇട്ട് കൊടുക്കാം. ഈ മസാലകളുടെ മണം ഒന്ന് വന്നു തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇതൊന്ന് ലൈറ്റായിട്ട് കുക്കായാൽ മതി. ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഞാൻ ഈ സോസ് പാനിൽ 2 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുപ്പത്ത് തിളയ്ക്കാൻ വെക്കാം. വെള്ളം തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞു. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഉലുവയില ആഡ് ചെയ്യാം. ഉലുവയില ഒന്ന് വഴറ്റി കഴിയുമ്പോൾ സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പൊ ഇത് നല്ലോണം ഒന്ന് വഴറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. ഒപ്പം മഞ്ഞൾപ്പൊടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
തിളച്ചു തുടങ്ങി. റൈസിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ പ്രഷർ കുക്കർ ക്ലോസ് ചെയ്ത് നമുക്ക് വെക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടിക്കുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടുക. പ്രഷർ മുഴുവൻ പോയതിന് ശേഷം മാത്രം ഇത് തുറക്കുക. അപ്പോൾ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇതിൽ ഉലുവേലയുടെ ഒരു നല്ല മണം കൂടെ വരും ഇത് തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് റെഡി ആയിട്ട് നമുക്കിതിനെ ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ റെസിപ്പി എളുപ്പമല്ലേ? വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എന്തായാലും ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരും വരെ ബൈ.